എല്ലാ ദിവസവും ലഞ്ച് ബോക്സിൽ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എളുപ്പമാണ്, മാത്രമല്ല കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് ഇത്. കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇത്. ഉണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്ക് മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്, രണ്ടും വേണം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇനി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താലും മതിയേ. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സവോള നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കുറച്ച് ഉപ്പും ചേർത്ത് സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവോള എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സഡ് ജാറിലിരിക്കുന്ന ആ ഒരു ഐറ്റം നമുക്കിതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ 2 പൊടികൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്, വേറെ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ലേ. പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്കിതിൽ ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തതും ഗ്രീൻ പീസാണ് അടുത്തായിട്ട് വേണ്ടത്. വേവിച്ച ഗ്രീൻ പീസാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ട് കുറച്ച് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് 2 ഫിസിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് അതിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഗ്രീൻ പീസ് പുലാവ് ഇവിടെ തയ്യാറാണ്. മടിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ് ഇത്. ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.